സോ ഗൈസ്, അപ്പോൾ ഐഡിസിൻ്റെ DP ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇതിലെടുക്കേണ്ട റേഷ്യോ 1440 ആട്ടോ. അപ്പോൾ ആ റേഷ്യോ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ വരുന്ന സാധനം ഇമ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതല്ല കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഈ കാണുന്ന ലെയർ ഉണ്ടോ, ഇത് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ, അതായത് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമേജ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കാം, നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. ഇതെങ്ങനെ ഞാൻ DP ചെയ്യുന്ന ട്യൂട്ടോറിയൽ ഒരു മെത്തേഡാണ്. സോ നിങ്ങൾക്ക് ഫോളോ, നിങ്ങൾക്കുള്ള ഇഷ്ടത്തിലുള്ള കളർ ചേഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള DP ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യുന്നു. ഞാൻ അവിടെ ഇമേജ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, മാനേജ് ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ താഴെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ സാധനം വെക്കണം. അപ്പോൾ നോക്കണ്ട, ചെയ്യേണ്ട ലെവൽ ഉണ്ട്. അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ പേടിക്കുന്നില്ല. പിന്നെ സെർച്ചിൽ പോവുക. ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക. ദെൻ ഡ്രോപ്പ് ഷെയ്ഡ് അടിക്കണ്ട, നമുക്ക് വേണമെങ്കിൽ ഓഷൻ ബ്ലർ അടിക്കാം. അപ്പം അതങ്ങനെ ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് കുത്തുക, ഒരു സ്ഥലത്ത് കുത്തുക, ആഡ് ടെക്സ്റ്റ് കുത്തുക. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ ടെക്സ്റ്റ് ആഡ് നമ്മൾ തുടങ്ങുമ്പോൾ ഈ ടെക്സ്റ്റ് ഇവിടെ കുത്തി കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിൽ ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന GCP Pro ആണ്. അപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രീ ഫോൺസുള്ള മാറ്റി ഫോണിൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ GCP Pro എടുക്കുമ്പോൾ കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടെങ്കിൽ ഞാൻ ആ ഫോണിൽ ഡൗൺലോഡ് കിട്ടുക. ഡൗൺലോഡ് കഴിയുമ്പോൾ ആയോ ഡൗൺലോഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് സ്ഥലം തന്നെ ഓഫ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഫോൺ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഫ്രണ്ട് വരും. ശേഷം കണ്ടോ, നിങ്ങൾ ആദ്യം ഇങ്ങനെ കിടക്കും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേവറിച്ച് നടക്കും. നമ്മൾ ഫേവറിച്ച് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാൻ കൂടി കണ്ടത് ഞാൻ അത് ക്ലിക്ക് ചെയ്തു. ടെക്സ്റ്റ്
ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ടെക്സ്റ്റ് കൊടുക്കുന്നത്. പിന്നെ വീണ്ടും ആ സെയിം ടെക്സ്റ്റ് തന്നെ അവിടെ വെക്കാം. എനിക്ക് വേണമെങ്കിൽ മാറ്റാണെങ്കിൽ നിർത്തി ഉപയോഗിക്കണം. നിങ്ങൾ ഇഷ്ടമാണ്. ഓക്കെ, ടെക്സ്റ്റിൽ കുറിച്ച് പോകണം. കാരണം കുറെ പഴയ ടെക്സ്റ്റ് എലമെന്റ്സോ അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് എന്ത് ചെയ്യും, ഓക്കെ ഇത് ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ലെയർ ക്ലോസ് വെച്ചിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യാം. നമ്മൾ അഡ്ജസ്റ്റ് കളർ പോയി കുറച്ച് വെക്കാം. റെഡി അടിക്കുക. അതിനുശേഷം ഈ ലെയർ ജിമ്മ ഓപ്പൺ നോക്കാം. എന്നിട്ട് ഈ ലെയറിൻ്റെ മൊത്തം നോക്കുന്നുണ്ട്. ഡിപ്പെൻഡ് എടുക്കട്ടെ. അതിപ്പോൾ ഇവിടെ ഡീപ്പ് പെനി വെക്കണം ഭാഗം മാത്രം ഒന്ന് ഇതാക്കാണ്. ഒന്നിലാക്കുന്നു. അതിനുശേഷം വളരെ കുറച്ചാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എയർ ബ്രഷ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയർ ബ്രഷ് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഫുള്ള് മാഞ്ഞ പോലെ അതിന് വളരെ കുറച്ച് ഉണ്ടാവും. അപ്പം ഇൻറ്റൻസിറ്റി മരിച്ചൊഴിക്കും. ഇനി ഇത് ഒറ്റൊടിക്കും. ഇനി ഇതിലെ ഈ ടെൻറ്റനെ കേൾക്കുന്നത് നമുക്ക് വേണ്ട, നമുക്ക് താഴത്ത് പറയും. ഇത് ഈ ഇതിൽ റിമൂവ് ചെയ്യാം. ചെയ്യാൻ പല വഴികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി ചെയ്യാം കേട്ടോ. യു ആർ നോട്ട് ഓക്കെ. ദെൻ ക്ലിക്ക് ഓൺ ദിസ്. അപ്പോൾ ഇതിങ്ങനെ 2 ലെയറാവും. ലെയർ സെക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഇവിടെ പോവുക. ഇത് അടിച്ച് കഴിഞ്ഞ സംഭവം കളറായി കാണും. അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് പോകാം. ബ്ലൂം ചെയ്യാൻ കുറച്ച് വെച്ചോ ഇതാക്കി വെച്ചു. പിന്നെ വെള്ളം അത്രതായിട്ടില്ല. അപ്പോൾ ഒരു ആഡ് കുത്താം. പറഞ്ഞാൽ ഈ ബ്രഷിൽ വെച്ചാൽ വെള്ളം സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായതിനു ശേഷം ഇവിടെ പോകും. ഷെയ്ഡ് അടിച്ചാൽ ഇപ്പോൾ കണ്ടോ ഷെയ്ഡ് കുറച്ചൊക്കെ അടിച്ചാൽ മതി. അതിനുശേഷം ഇപ്പോൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഷെയ്ഡ് പോലെ ബ്രഷ് ഉപയോഗിച്ച് ഷെയ്ഡ് പോലെ ഇത്രയുള്ള നമ്മുടെ ഡി പിയുടെ പരിപാടി. നമുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഉണ്ടോ ചെയ്യുക നമ്മൾ നിങ്ങളുടെ ലൈറ്റ് റൂം എടുക്കുക. നിങ്ങൾക്ക് പ്രീസെറ്റ് ഉള്ള അത് അടുപ്പിക്കുക. പിന്നെ ഈ പ്രീസെറ്റ് ഉണ്ടോ ഇത് ഉപയോഗിക്കാൻ. ഇതാണ് ഞാൻ അതിൽ കാണിച്ച പ്രീസെറ്റ്. സോ ഉപയോഗിക്കുന്നു. പക്ഷേ നമുക്ക് ചെയ്യാം. കോപ്പി ചെയ്തെടുക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡി പി എടുക്കുന്നത്. ഇത് വെച്ച് നമുക്ക് നമ്മളെ ഫോട്ടോസിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് വേണമെങ്കിൽ കളർ മാറ്റാണ്. ക്യൂ അടിക്കുക. റെഡ് സെലക്ട് ചെയ്യണം. ഡിഫറൻസ് സെലക്ട് ചെയ്യണം. തന്നറി നിങ്ങളുടെ ഇഷ്ടം ഏത് കളറിൽ അടിക്കണം. ഏത് കളർ ക്രിയേറ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും മാറ്റാം. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.